അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കൈഫൽ ഹാൽ? എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മൈ ചാനൽ. ലെറ്റ്സ് ലേൺ ടുഗെദർ. നമുക്ക് ഒരുമിച്ച് പഠിച്ചാലോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ 2-ാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠമാണ്. നിങ്ങളെല്ലാവരും ഇത് പഠിച്ചോ? ഇല്ലെങ്കിൽ സാരമില്ല, നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം ഈ പാഠത്തിൽ? എങ്ങനെയാണ്, എല്ലാവർക്കും അറബിയൊക്കെ പഠിക്കാൻ ഇഷ്ടമല്ലേ? എങ്കിൽ നമുക്ക് തുടങ്ങിയാലോ? ഇതാണ് നമ്മുടെ 2-ാമത്തെ യൂണിറ്റ്. എത്ര പാഠമുണ്ട് 2-ാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാൻ? 3 പാഠമാണല്ലേ. എന്താണ് 2-ാമത്തെ യൂണിറ്റിൻ്റെ പേര്? ബാബുർ റഹ്മ. ബാബ് എന്ന് വെച്ചാൽ വാതിൽ, റഹ്മത്തുൻ എന്ന് വെച്ചാൽ കാരുണ്യം. അപ്പോൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എന്തു പറയും? ബാബുർ റഹ്മത്തി, കാരുണ്യത്തിൻ്റെ വാതിൽ. ഇനി നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. അമലുൻ റായിഉൻ, അൽ ബുൽബുലു സ്വഗീറു, വലദുൻ മിസാലിയുൻ. ഇങ്ങനെ 3 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 2-ാമത്തെ യൂണിറ്റിൻ്റെ ഹെഡിങ് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏകദേശം ഈ പാഠം എന്തിനെ പറ്റിയാണ്. ബാബുർ റഹ്മ, കാരുണ്യത്തിൻ്റെ വാതിലാണ്. അപ്പോൾ നന്മ, കാരുണ്യം ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന പാഠമായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം ആരോടൊക്കെയാണ് കാരുണ്യം ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് നമ്മൾ എല്ലാവരോടും പെരുമാറേണ്ടതെന്നും ഒക്കെ നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാം. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? എങ്കിൽ നമ്മൾ തുടങ്ങുവാണേ. നിങ്ങളെല്ലാവരും ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? എല്ലാവരും ഒന്ന് ചിത്രം നന്നായി നോക്കിയേ. നുലാഹിളു സൂറത്ത വനുഅബ്ബിറ. ചിത്രം നന്നായി നിരീക്ഷിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന് പറയൂ. ഇവിടെ മഴ പെയ്യുന്നുണ്ടല്ലേ. കുറേ കുട്ടികൾ സ്കൂളിലേക്കും പോകുന്നുണ്ട്. 2 കുട്ടികൾ കുട ചൂടിക്കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ്. ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുന്ന വഴിക്കാണ് മരക്കൊമ്പിൽ ഒരു പക്ഷി ഇരിക്കുന്നത് കാണുന്നത്. അന്നേരം ആ കുട്ടി എന്താണ് ചെയ്യുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ആ കുട്ടി തൻ്റെ കുട മരക്കൊമ്പിലുള്ള പക്ഷിക്ക് ചൂടിക്കൊടുക്കുവാണല്ലേ. നല്ല മഴയാണ്, പക്ഷിക്കുഞ്ഞിന് വിറക്കുന്നുണ്ടാകും. അപ്പോൾ അവൻ എന്താണ് ചെയ്തത്? അവൻ്റെ കുട തന്നെ ആ പക്ഷിക്കുഞ്ഞിന് നൽകിയല്ലേ. വളരെ വലിയ നല്ല മനസ്സാണ് അവന്. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾ ആ പക്ഷിക്കുഞ്ഞിനെ കാണാതെ പോലെ പോകുമോ? ഇല്ലല്ലേ. നിങ്ങളും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കില്ലേ? നിങ്ങളുടെ കുട നൽകി സഹായിക്കുമോ? അല്ലെങ്കിൽ കുടയല്ലെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറെങ്കിലും എടുത്ത് അതിൻ്റെ മേലെ വെച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുമോ? അതെയല്ലേ. എല്ലാവരും അതുപോലെ ചുറ്റുമുള്ളവയ്ക്ക് സഹായം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ സഹജീവികളെ കൂടി സഹായിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. ഈ ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ ജീവിക്കണ്ടേ? നമുക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? അവയ്ക്കും അതുപോലെ വെയിലും മഴയും ഒന്നും കൊള്ളാതെ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയണമല്ലേ. അപ്പോൾ പക്ഷിക്കുഞ്ഞായതുകൊണ്ട് കുഞ്ഞ് പക്ഷിക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് മഴയത്ത് മാറിയിരിക്കാനൊക്കെ പറ്റിക്കൊള്ളണമെന്നുണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ ഈ കുട്ടി എന്താണ് ചെയ്തത്? വളരെ നല്ല കാര്യമാണ്. അവൻ അവരെ സഹായിച്ചല്ലേ. ഇനി അടുത്ത ചിത്രം നോക്കിക്കേ. നുലാഹിളു വനതഹദ്ദസു. ചിത്രം നോക്കിയിട്ട് അതിനെപ്പറ്റി സംസാരിക്കാനാണ്. ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു പെൺകുട്ടി ഒരു വല്യമ്മയെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുകയാണല്ലേ. പെൺകുട്ടിക്ക് നമ്മൾ എന്താണ് പറയുക? ബിൻതുൻ. പിന്നെ വല്യമ്മയ്ക്ക് നമ്മൾ ജദ്ദത്തുൻ എന്നും പറയും. അപ്പോൾ ആ പെൺകുട്ടി നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. കൈ പിടിച്ച് അവരെ റോഡ് ക്രോസ് ചെയ്യാണല്ലേ. ഇനി 2-ാമത്തെ ചിത്രം ഒന്ന് നോക്കിക്കേ. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഒന്ന് പറഞ്ഞേ. വെരി ഗുഡ്. 2-ാമത്തെ ചിത്രത്തിൽ എന്താണ്? ഒരു കുട്ടി, പാവപ്പെട്ട ഒരു കുട്ടിക്ക് ഭക്ഷണം നൽകുകയാണല്ലേ. വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതാണ് ഏറ്റവും പുണ്യകരമായ പ്രവൃത്തി. നിങ്ങളെല്ലാവരും അതുപോലെ ചെയ്യാറില്ലേ? നമ്മുടെ അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ? ഇല്ലല്ലേ. അവരും കൂടെ കഴിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് ആരുടെ കടമയാണ്? നമ്മുടെ കടമയാണല്ലേ. നമ്മൾ സ്കൂളിലൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടും കൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ കൊണ്ടുപോയ ഭക്ഷണം നമ്മൾ മാത്രം കഴിച്ച് വയറ് നിറയ്ക്കുകയല്ല വേണ്ടത്. ചുറ്റുമുള്ളവരെ കൂടി പരിഗണിക്കണം. ഇനിയോ അടുത്ത ചിത്രത്തിൽ എന്താണ് കാണുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഒരു വയസ്സായ വല്യുപ്പ വരുന്നുണ്ടല്ലേ. അപ്പോൾ ആ കുട്ടി എന്താണ് ചെയ്യുന്നത്? അവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിന് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. നല്ല കുട്ടിയാണല്ലേ. നിങ്ങൾ ഇതുപോലെ ബസ്സിലൊക്കെ ചെയ്യാറുണ്ടോ?
അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വിരുന്ന് പോയാലൊക്കെ മുതിർന്നവർ വരുമ്പോൾ നിങ്ങൾ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാറുണ്ടോ? അങ്ങനെ ചെയ്യുന്നത് എന്താണ്? വളരെ നല്ല കാര്യമാണല്ലേ? പ്രായമായവർക്ക് ചിലപ്പോൾ നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അവരെ നമ്മൾ വേണ്ടേ സഹായിക്കാൻ? ഇനിയോ നാലാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു കുട്ടി അവൻ്റെ വല്യമ്മയെ വീൽ ചെയറിൽ ഉന്തുകയാണല്ലേ? വീൽ ചെയറിൽ മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയാണ്. ഇതുപോലെ ഓരോ സാഹചര്യത്തിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അങ്ങനെയല്ലേ നല്ല കുട്ടികൾ ചെയ്യാറ്? നിങ്ങളെല്ലാവരും നല്ല കുട്ടികളല്ലേ? അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കില്ലേ? ഇനി നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. ഇവിടെ എന്താണ്? ഒരു കോഴിക്കുഞ്ഞ് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുകയാണല്ലേ? ഒരു കോഴി അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചിത്രത്തിലോ ഒരു നായക്ക് ഈ കുട്ടി ഭക്ഷണം നൽകുകയാണല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു വിശന്നിരിക്കുന്ന നമ്മുടെ ഫ്രണ്ടിനും കൂടെ ഭക്ഷണം കൊടുക്കണം. ഫ്രണ്ടിന് മാത്രം കൊടുത്താൽ പോരാ, ഇതുപോലെ നമ്മൾക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കും കൂടെ നൽകാൻ ശ്രമിക്കണം. നല്ല വേനലിൽ നമ്മൾ കിളികൾക്കൊക്കെ വെള്ളം വെച്ച് കൊടുക്കാറില്ലേ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ? അതുപോലെ ചെയ്യണം കേട്ടോ. ഇനിയോ താഴെ എഴുതിയതൊന്ന് വായിച്ചേ. ഇർഹമു മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ് സമാഇ. ഒന്നുകൂടി എൻ്റെ കൂടെ വായിച്ചേ. ഇർഹമു മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ് സമാഇ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. അപ്പോൾ എന്താകും? യർഹമുക്കും, നിങ്ങളോട് ആര് കരുണ കാണിക്കും? മൻ ഫിസ് സമാഇ, ആകാശത്തിലുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. ഇർഹമു മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ് സമാഇ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തിലുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. അതിനർത്ഥം എന്താണ്? നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ള അള്ളാഹു നമ്മോടും കരുണ കാണിക്കും. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴോ നമുക്കൊരു പ്രയാസം വരുമ്പോഴോ നമ്മളെ സഹായിക്കാനും ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ചുറ്റുമുള്ളവർക്കും കൂടെ സഹായം ചെയ്യണം. അത് മനുഷ്യനായാലും മൃഗങ്ങളായാലും നമുക്ക് ചുറ്റുമുള്ള ഏത് വസ്തുവായാലും. ഇനി നിങ്ങളെല്ലാവരും അതുപോലെ ചെയ്യാൻ ശ്രമിക്കില്ലേ? ഇനി നമുക്ക് പുതിയ പാഠത്തിലേക്ക് കടക്കാം. എല്ലാവരും ഒന്ന് ഹെഡിങ് വായിച്ചേ. അമലുൻ റായിഉൻ. അമലുൻ റായിഉൻ, വളരെ നല്ല പ്രവൃത്തി. അമലുൻ എന്ന് വെച്ചാൽ പ്രവൃത്തി, റായിഉൻ എന്ന് വെച്ചാൽ നല്ല, ഏറ്റവും നല്ല പ്രവൃത്തി. ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു ഉമ്മയും ഒരു കുട്ടിയും ഉണ്ടല്ലേ? അവരെന്താണ് സംസാരിക്കുന്നത്? അവരെന്തോ കാര്യമായ ചർച്ചയിലാണ്. നമുക്ക് നോക്കിയാലോ അവരെന്താണ് സംസാരിക്കുന്നതെന്ന്. എല്ലാവരും എൻ്റെ കൂടെ വായിക്കണേ. സഈദിന് എന്താണ് പറയുന്നത്? അസ്സലാമു അലൈക്കും. ഒരാൾ നമ്മളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് തിരിച്ച് പറയാറ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. വെരി ഗുഡ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. നമ്മൾ അങ്ങനെയാണല്ലേ സലാം മടക്കാറ്? അങ്ങനെ സഈദ് വന്ന് അവൻ്റെ ഉമ്മയോട് പറയുകയാണ് അസ്സലാമു അലൈക്കും. അന്നേരം ഉമ്മ എന്താണ് മറുപടി പറയുന്നത്? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. യാ ബുനയ്യ ലിമ തഅഖർത. ഇത് നമ്മുടെ ഉമ്മയൊക്കെ നമ്മോട് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. യാ ബുനയ്യ, എൻ്റെ മോനെ, ലിമ തഅഖർത, നീ എന്താണ് വൈകിയത്? നമ്മൾ ഒരു ദിവസം സ്കൂൾ വിട്ട് വരാൻ ഒരു 5 മിനിറ്റ് വൈകിയാൽ നമ്മുടെ ഉമ്മ ചോദിക്കാറില്ലേ? അതുപോലെ ഇവിടെ സഈദിൻ്റെ ഉമ്മ സഈദിനോട് ചോദിക്കുവാണ്, നീ എന്താണ് വൈകിയത്? സഈദ് എന്താണ് മറുപടി പറയുന്നത്? റഅയ്തു ഫർഹൻ യബ്കി ഫിൽ മത്വരി. സഈദ് പറയുകയാണ്, റഅയ്തു, ഞാൻ കണ്ടു, ഫർഹൻ, കോഴിക്കുഞ്ഞിനെ. ഫർഹൻ എന്ന് വെച്ചാൽ കോഴിക്കുഞ്ഞ്. റഅയ്തു ഫർഹൻ, ഞാൻ ഒരു കോഴിക്കുഞ്ഞിനെ കണ്ടു. യബ്കി ഫിൽ മത്വരി, അതെന്ത് ചെയ്യുകയായിരുന്നു? അത് മഴത്ത് കരയുകയാണല്ലേ? നമ്മൾ ആദ്യം കണ്ട ചിത്രം നിങ്ങൾ ഓർക്കുന്നില്ലേ? എല്ലാവരും ഒന്ന് ആ ചിത്രത്തിലേക്ക് നോക്കിക്കേ. എന്താണ് ആ കോഴിക്കുഞ്ഞ് ചെയ്യുന്നത്? കോഴിക്കുഞ്ഞ് മഴയത്ത് കരയുകയാണ്. അപ്പോൾ ഉമ്മ എന്താണ് ചോദിക്കുന്നത്? ഐന. ഐന എന്ന് വെച്ചാൽ എവിടെ, വേർ. എവിടെയാണ് കോഴിക്കുഞ്ഞ് കരയുന്നത്? സഈദ് എന്ത് പറഞ്ഞു അന്നേരം? തഹ്ത ഷജറത്തി. കോഴിക്കുഞ്ഞ് എവിടെ കരയുന്നതായിട്ടാണ് നിങ്ങൾ ആദ്യത്തെ ചിത്രത്തിൽ കണ്ടത്? മരക്കൊമ്പിലിരുന്ന് കരയുകയാണല്ലേ? തഹ്ത ഷജറത്തി, ഒരു മരക്കൊമ്പിനടിയിലിരുന്ന്
മരത്തിനടിയിലിരുന്ന് കരയുന്നതാണ് നമ്മൾ കണ്ടത്. സയ്യിദ് സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് ഒരു കോഴിക്കുഞ്ഞ് മഴയത്ത് കരയുന്നത് കണ്ടു. അന്നേരം കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. അന്നേരം സയ്യിദ് എന്ത് ചെയ്തു? അവൻ്റെ കുട ആ കോഴിക്കുഞ്ഞിന് നൽകിയല്ലേ. കോഴിക്കുഞ്ഞിന് എന്താണ് നമ്മൾ പറയുക? ഫറഹൻ. കോഴിക്കുഞ്ഞല്ലെങ്കിൽ പക്ഷിക്കുഞ്ഞെന്നും പറയാം. അവൻ ആ പക്ഷിക്കുഞ്ഞിന് കുട ചൂടിക്കൊടുത്തല്ലേ, ആ ഫറഹിന് കുട ചൂടിക്കൊടുത്തു. പിന്നെയോ, അപ്പോൾ ഉമ്മ ചോദിക്കുക, ഇപ്പം നമ്മൾ ചോദിച്ച പോലെ, അൽ ഉമ്മു മാതാ അസ്വാബഹു, അവൻ എന്തു പറ്റി? സഈദ് സഖത മിനൽ ഉർഷി, സഖത വീണു. ആരാണ് വീണത്? മിനൽ ഉർഷി, ആ കോഴിക്കുഞ്ഞ് കൂട്ടിൽ നിന്ന് താഴേക്ക് വീണതാണ്. പാവമല്ലേ. സഖത എന്ന് വെച്ചാൽ വീണു, മിനൽ ഉർഷി, ഉർഷ് എന്ന് വെച്ചാൽ കൂട്. യർത്തജിഫു മിനൽ ബറദി, അപ്പം എങ്ങനെയായിരുന്നു? നല്ല മഴയത്തേക്കാണല്ലേ കോഴിക്കുഞ്ഞ് വീണത്. അന്നേരം കോഴിക്കുഞ്ഞിന് നല്ല തണുത്ത് വിറയ്ക്കുകയാണ്. യർത്തജിഫു, അവൻ വിറയ്ക്കുകയാണ്. മിനൽ ബറദി, തണുത്ത് വിറയ്ക്കുന്നു. അൽ ഉമ്മു ഫമാദാ ഫഅൽത, അപ്പോൾ നീ എന്ത് ചെയ്തു? അങ്ങനെ കണ്ടിട്ട് കാണാത്ത പോലെ വന്നോ? ഉമ്മക്ക് ആകെ ബേജാറായി. കാരണം മകൻ ഇങ്ങനെ ഒരു കോഴിക്കുഞ്ഞിനെ കണ്ടിട്ടുണ്ടല്ലേ, ഒരു പക്ഷിക്കുഞ്ഞ് വീണ് കിടക്കുന്നത്. അവനെ എന്ത് ചെയ്തു എന്നറിയാൻ വേണ്ടി ഉമ്മ വേഗം ചോദിക്കുക, ഫമാദാ ഫഅൽത, നീ എന്ത് ചെയ്തു? സഈദ് നശഫ്തുൽ ഫർഹ, ഞാൻ ആ കോഴിക്കുഞ്ഞിനെ എടുത്തു ഉണക്കി. വളഅതുഹു ഫിൽ ഉർഷി, എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ കൂട്ടിൽ വെച്ചു. നല്ല തണുക്കുന്ന കോഴിക്കുഞ്ഞാണല്ലേ. ആ പക്ഷിക്കുഞ്ഞിനെ അവനെടുത്ത് ആ തണുപ്പൊക്കെ പോക്കിയ നനവൊക്കെ പോക്കിയിട്ട് വളഅതുഹു ഫിൽ ഉർഷി, എന്നിട്ട് അതിനെ കൂട്ടിൽ സുരക്ഷിതമായി വെച്ചു. അൽ ഉമ്മു, അന്നേരം ഉമ്മ എന്താണ് പറഞ്ഞത്? മകൻ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തത്. അന്നേരം ഉമ്മ പറഞ്ഞു, അമലുൻ റായിഉൻ യാ ബുനയ്യ, വളരെ നല്ല പ്രവൃത്തിയാണ് എൻ്റെ മകനെ. ജസാക്കല്ലാഹു ഖൈറൻ, അള്ളാഹു നിനക്ക് നന്മ പ്രതിഫലം നൽകട്ടെ. സഈദ് എന്താണ് അന്നേരം പറയുന്നത്? ആമീൻ വ ഇയാക്ക്, ആമീൻ, അതേപോലെ നിങ്ങൾക്കും അള്ളാഹു പ്രതിഫലം നൽകട്ടെ. ആരെങ്കിലും നമുക്കൊരു നന്മ ചെയ്താൽ നമ്മൾ അവരോട് ജസാക്ക് അല്ലാഹു ഖൈറൻ എന്ന് വേണം പറയാൻ. നമ്മൾ ഇംഗ്ലീഷിൽ താങ്ക് യു എന്ന് പറയുന്നില്ലേ, അതുപോലെ നമ്മൾ അറബിയിൽ പറയുന്നതാണ് ജസാക്ക് അല്ലാഹു ഖൈറൻ. എന്ന് വെച്ചാൽ എന്താണ്? അള്ളാഹു നിങ്ങൾക്ക് നന്മ നൽകട്ടെ. നമ്മൾ താങ്ക് യു പറയുന്നതിനേക്കാൾ നല്ലതല്ലേ ഇങ്ങനെ പറയുന്നത്? എങ്കിൽ നിങ്ങളെല്ലാവരും ഈ വാക്കൊന്ന് കാണാതെ പഠിച്ചേ. ജസാക്ക് അല്ലാഹു ഖൈറൻ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണല്ലേ. മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ല കാര്യമല്ലേ. അത് അവർക്കും നമുക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ്. നമ്മുടെ കൂട്ടുകാരന് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നല്ല പ്രാർത്ഥനകൾ. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ആരെങ്കിലും നന്മ ചെയ്താൽ നിങ്ങൾ എന്ത് പറയും? ജസാക്ക് അല്ലാഹു ഖൈറൻ. അപ്പോൾ കേൾക്കുന്ന ആൾ എന്ത് പറയണം? ആമീൻ വ ഇയാക്ക്, ആമീൻ, അതേപോലെ നിനക്കും നന്മ വരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ രണ്ടുപേർക്കും ഒരുപോലെ നന്മ ലഭിക്കുമല്ലേ. ഇനി നിങ്ങളെല്ലാവരും ഇതുപോലെ വേണം പറഞ്ഞു നോക്കാൻ. ഇപ്പോൾ തന്നെ എല്ലാവരും ഈ വാക്കൊന്ന് കാണാതെ പഠിച്ചേ. ഇതുവരെയുള്ള കഥ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായില്ലേ? സഈദ് സ്കൂൾ വിട്ട് വരുമ്പോൾ പക്ഷിക്കുഞ്ഞിനെ കണ്ടതും അവൻ നല്ല മഴയത്താണല്ലേ പക്ഷിക്കുഞ്ഞ്, അവൻ്റെ കൂടെ ചൂടിക്കൊടുക്കുകയും ആ പക്ഷിക്കുഞ്ഞിനെ നിലത്ത് നിന്നെടുത്ത് രക്ഷിച്ച് അതിൻ്റെ കൂട്ടിൽ വെക്കുകയും ചെയ്തു. അതുകൊണ്ടാണല്ലേ അവൻ സ്കൂൾ വിട്ട് വരാൻ വൈകിയത്. വീട്ടിൽ വന്ന പാടെ അവൻ ആ വിശേഷങ്ങളൊക്കെ ഉമ്മയോടും പറഞ്ഞു. ഇത്രയുമാണ് ഇന്ന് സംഭവിച്ചത്. നിങ്ങളും ഇതുപോലെ എല്ലാവരെയും സഹായിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്കിവിടെ എന്താണ് ചെയ്യാനുള്ളത്? നഖ്താറു കെലിമാത്തിൻ തഹ്ദീബിയ. ഇതിൽ നിന്ന് നമ്മളിപ്പോൾ കോൺവെർസേഷനിൽ കുറേ വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കെലിമാത്തി തഹ്ദീബിയ, പൊളൈറ്റ് വേർഡ്സ് കണ്ടെത്താനാണ്. മാന്യമായ വാക്കുകൾ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ നമ്മൾ ഉപചാര വാക്കുകളായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? നമ്മൾ ഒരാളെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു അസ്സലാമു അലൈക്കും. ഇനി ഏതാണുള്ളത്? വഅലൈക്കും അസ്സലാം. പിന്നെ നമ്മൾ അവസാനം പറഞ്ഞ വാക്ക് ഏതാണ്? ജസാക്കല്ലാഹു ഖൈറൻ. ഇത്രയും വാക്കുകളാണല്ലേ. എല്ലാവരും അതൊന്ന് എടുത്ത് എഴുതി നോക്കിക്കേ. ഇവിടേക്ക് അതുപോലെ പകർത്തി എഴുതണം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. പിന്നെയോ
ജസാക്കല്ലാഹു ഖൈറൻ. പിന്നെ ആമീൻ വ ഇയാക്ക് വ ഇയാക്കി. ഇത്രയും വാക്കുകൾ എല്ലാവരും ഒന്ന് എഴുതിക്കേ നോട്ടിലേക്ക്. ടെക്സ്റ്റിലും എഴുതണം. പിന്നെയോ ഇനി അടുത്തതായി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഇപ്പം നമ്മൾ പഠിച്ച പോലെയുള്ള ഒരു കോൺവെർസേഷന് നമ്മൾ സ്വയം എഴുതാനാണ്. ആദ്യം എന്താണ് പറയുന്നത്? അസ്സലാമു അലൈക്കും വഅലൈക്കും മുസ്സലാം ലിമ തഅഖർത. ഇതേപോലെ തന്നെയാണ്, പക്ഷെ ഇത് ആര് തമ്മിലുള്ള കോൺവെർസേഷനാണ്? അദ്ദാരിസു വൽ മുദർരിസു. അദ്ദാരിസ് എന്ന് വെച്ചാൽ വിദ്യാർത്ഥി, അൽ മുദർരിസു ടീച്ചർ. ഇനി നമുക്ക് എഴുതാനുള്ളത് ഒരു ടീച്ചറും കുട്ടിയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഇതുവരെ നമ്മൾ പഠിച്ചത് ആര് തമ്മിലുള്ളതായിരുന്നു? സഈദും അവൻ്റെ ഉമ്മയും തമ്മിലുള്ളതായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കുട്ടി സ്കൂളിലേക്ക് വൈകി വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ടീച്ചർ അന്വേഷിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം ആ കോൺവെർസേഷൻ ഒന്ന് എഴുതി നോക്കാൻ. അദ്ദാരിസു അസ്സലാമു അലൈക്കും അൽ മുദർരിസു വഅലൈക്കും മുസ്സലാം ലിമ തഅഖർത. ഉമ്മ ചോദിച്ചതുപോലെ ടീച്ചർ ചോദിക്കുകയാണ്, എന്താണ് വൈകിയത്? അന്നേരം ദാരിസ് എന്താണ് മറുപടി പറയുക? ആ ചിത്രത്തിൽ നോക്കിയിട്ട് പറഞ്ഞേ, എന്തുകൊണ്ടായിരിക്കും അവൻ നേരം വൈകിയതെന്ന്. വെരി ഗുഡ്. അവൻ ആ പാവപ്പെട്ട മനുഷ്യനെ സഹായിച്ചതായിരിക്കാം കാരണം. അയാളെ സഹായിക്കാൻ വേണ്ടി നിന്നതുകൊണ്ടായിരിക്കാം അവൻ നേരം വൈകിയത്. അപ്പം നമ്മൾ എന്ത് പറയും? റഅയ്തു റജുലൻ മിസ്കീനൻ. ഞാൻ അയാളെ കണ്ടു എന്നെങ്ങനെ പറയാം? റഅയ്തു, ഞാൻ കണ്ടു, റജുലൻ മിസ്കീനൻ, ഒരു പാവപ്പെട്ട മനുഷ്യനെ. എങ്കിൽ നമുക്ക് എഴുതി നോക്കാം. റഅയ്തു റജുലൻ മിസ്കീനൻ. എല്ലാവരും ഒന്ന് ഇതുപോലെ എഴുതിക്കേ. പിന്നെ മുദരിസ് എന്താണ് ചോദിക്കുക? ആദ്യം ദാരിസിൻ്റെ മറുപടി എന്താണെന്ന് നോക്കാം. ഇൻ ദ മൗഖിഫിൽ ഹാഫില. അവൻ എവിടെയാണ് കണ്ടത്? ബസ് സ്റ്റോപ്പിലാണല്ലേ ആ പാവപ്പെട്ടവരെ കണ്ടത്. അന്നേരം മുദരിസ് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? നീ എവിടെയാണ് അയാളെ കണ്ടത്? എവിടെ എന്നുള്ളതിന് നമ്മൾ എന്താണ് അറബി പഠിച്ചത്? ഐന. ഓക്കെ, എങ്കിൽ നമുക്ക് ഐന എന്നൊന്ന് എഴുതി നോക്കാം. എല്ലാവരും ഐന ഒന്ന് ഇതുപോലെ എഴുതി നോക്കിക്കേ. ഐന, എവിടെ. അന്നേരം ദാരിസ് എന്താണ് മറുപടി പറയുന്നത്? ഇൻദ മൗഖിഫിൽ ഹാഫില. എവിടെയാ കണ്ടത്? ബസ് സ്റ്റോപ്പിനരികിൽ. മൗഖിഫ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ്. അൽ ഹാഫില ബസ്. ഇൻദ മൗഖിഫിൽ ഹാഫില, ബസ് സ്റ്റോപ്പിനരികിലാണ് ആ പാവപ്പെട്ടയാളെ കണ്ടത്. അന്നേരം മുദരിസ് എന്താണ് ചോദിക്കുന്നത്? ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ആരോടെങ്കിലും നമ്മൾ പറയുമ്പോൾ അവരെന്തായിരിക്കും ചോദിക്കുക? എന്നിട്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കില്ലേ? അപ്പോൾ അതുപോലെ മുദരിസ് ചോദിക്കുകയാണ്, മാദാ ഫഅൽത, നീ എന്ത് ചെയ്തു? അന്നേരം ദാരിസ് എന്താണ് റിപ്ലൈ ചെയ്യുന്നത്? അദ്ദാരിസു, സ്റ്റുഡൻറ് എന്താണ് പറഞ്ഞത്? അഅ്തൈതുഹു തഅമി. അഅ്തൈതുഹു, ഞാൻ അവന് നൽകി. തഅമി, എൻ്റെ ഭക്ഷണം ഞാൻ അവന് നൽകി. ഇവൻ എന്താണ് ചെയ്തത്? അഅ്തൈതു തഅമി, അവൻ നല്ല കുട്ടിയാണല്ലോ, അവൻ്റെ ഭക്ഷണമാണ് ആ പാവപ്പെട്ടയാൾക്ക് കൊടുത്തത്. അന്നേരം ടീച്ചർ എന്താണ് പറയുന്നത്? അമലുൻ റായിഉൻ, നല്ല പ്രവൃത്തിയാണ്. നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ്? അമലുൻ റായിഉൻ. ജസാക്കല്ലാഹു ഖൈറൻ, അല്ലാഹു നിനക്ക് പ്രതിഫലം നൽകട്ടെ. അന്നേരം കുട്ടി എന്ത് പറഞ്ഞു? ശുക്രൻ, താങ്ക് യു അൽ മുദരിസ്. ടീച്ചർ എന്താണ് അന്നേരം പറയുക? ആരെങ്കിലും നമ്മളോട് ശുക്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറയുക? അഫുവൻ. അഫുവൻ എന്നാണ് അല്ലേ? ശുക്രൻ, അഫുവൻ. എല്ലാവരും ഈ കോൺവെർസേഷൻ ഒന്ന് ഇതുപോലെ ഫുള്ളാക്കിക്കേ. നിങ്ങളുടെ ടെക്സ്റ്റിലേക്ക് നിങ്ങൾ എഴുതിയെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ എന്താണ് പഠിച്ചതെന്ന്? ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ചുറ്റുമുള്ളവരെയും നമ്മൾ സഹായിക്കണം അല്ലേ? ഒരു പാവപ്പെട്ടവനെ കണ്ടാലും ഏതെങ്കിലും മൃഗങ്ങളെ കണ്ടാലും ഒക്കെ സഹായം ആവശ്യമുള്ളവർക്കൊക്കെ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യണം. അങ്ങനെ ചെയ്തു കൊടുത്താലുള്ള ഗുണം എന്താണ്? ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ള അള്ളാഹു നമ്മോട് കരുണ കാണിക്കും. നമുക്ക് ഏറ്റവും വലുതായി എന്താണ് വേണ്ടത്? അള്ളാഹുവിൻ്റെ കരുണയാണല്ലേ? അപ്പോൾ അള്ളാഹു നമ്മെ സഹായിക്കും. ഇനി എല്ലാവരും ഈ കോൺവെർസേഷൻ ഒന്ന് മുഴുവനായും വായിച്ചു നോക്കിക്കേ. എല്ലാവർക്കും ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും നന്നായി പഠിക്കണേ.
മഅസ്സലാമ.